അങ്ങനെ നമ്മുടെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ച് പ്രവാസ ജീവിതത്തിലേക്ക് വന്നിരിക്കുകയാണ്. രണ്ടിടത്തും കാണാൻ കാഴ്ചകളുണ്ട്, എല്ലാം വ്യത്യസ്തമാണ്. എല്ലാം ആസ്വദിക്കാനൊരു മനസ്സുണ്ടെങ്കിൽ എല്ലാം അടിപൊളിയാണ്. ഇതിപ്പോൾ ഞാനുള്ളത് അബുദാബിയിലാണ്. അബുദാബിയിൽ കൾച്ചറൽ മ്യൂസിയത്തിൻ്റെ അടുത്താണ്. ഇതൊക്കെ ജസ്റ്റ് ഓപ്പൺ പ്ലേസാണ്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. രാത്രിയിൽ ഫാമിലിയൊക്കെ ആയിട്ട് വരാനും നല്ല സേഫാണ്. രാത്രി ആണെങ്കിലും നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വന്നാലും ഒരു കുഴപ്പമില്ലാതെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഇവിടെ എല്ലാം. ഇത് നമ്മുടെ വേൾഡ് ട്രേഡ് സെൻറ്ററാണ് അബുദാബിയിലെ. കൾച്ചറൽ മ്യൂസിയം. മ്യൂസിയത്തിൻ്റെ അകത്തേക്കൊന്ന് പോയി നോക്കാം. ഞാനിവിടെ ഇപ്പോൾ കുറച്ച് കാലത്ത് ഉണ്ടെങ്കിലും ഞാനിവിടെ ഒന്നും പോയിട്ടില്ല. ഞാൻ മുന്നേ വേറെ സൈഡിലായിരുന്നു ഉണ്ടായിരുന്ന താമസം. ഇവിടെ ഒന്ന് പോയി നോക്കാം. സംഭവം കാണാനൊക്കെ വളരെ രസകരമാണ്. ഇവിടെ അടിപൊളിയാണ്. നമ്മുടെ ഇൻഫ്രയൊക്കെയാണ് ഇവിടെ രസം. നമ്മളിവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ്. നമ്മളുടെ നാട് ഇതുപോലെയൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 100-150 വർഷം കഴിഞ്ഞാലും ചാൻസ് കുറവാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മളുടെ ഗ്രാമത്തിൻ്റെ ഭംഗിയും നമ്മളുടെ നാടിൻ്റെ ഭംഗിയൊന്നും കിട്ടില്ല. പെയിൻറ്റിങ്സ് ആണ് കേട്ടോ, ഓരോരുത്തർ വരച്ച് വെച്ചിരിക്കുന്ന പെയിൻറ്റിങ്സ് ആണ്. ഫുള്ള് മാർബിൾസ് എല്ലാം ഇട്ട് വളരെ രസകരമായ രീതിയിലാണ് ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ കളിക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ. ക്രാഫ്റ്റ് പ്ലേ കാര്യങ്ങളുള്ള സംഭവങ്ങളുണ്ട്. ഇതൊന്നും തന്നെ ഇതൊക്കെ ഫ്രീ ആണ്. നമുക്ക് എൻട്രൻസ് ഫീയോ കാര്യങ്ങളൊന്നും വരുന്നില്ല എന്നാണ്. എക്സിബിഷൻ, ചിൽഡ്രൻസ് ലൈബ്രറി എല്ലാം ഉണ്ട് ഇവിടെ. നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. നമുക്ക് ദൂരത്തേക്ക് നോക്കി കാണാൻ വളരെ രസകരമാണ്. നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ. നല്ല മഴ പെയ്യുന്നൊരു രീതിയിലുള്ളൊരു ആംബിയൻസ് ആണ്. ഇനി അങ്ങോട്ടോ. എത്ര വർഷം കഴിഞ്ഞാലും ഇതൊക്കെ അത്രയും അതുപോലെ തന്നെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യും. മെയിനായിട്ട് നമ്മുടെ നാടിനെ അപേക്ഷിച്ച് ഇവിടെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യും. ഒരു സംഭവം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വെറുതെ കിട്ടുപോയില്ല. അത് നല്ല രീതിയിൽ കൊണ്ടു നടക്കും, ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ അവർ കൊണ്ടുപോകും. നമ്മൾ വെറുതെ നമ്മൾ റൂമിന് തൊട്ടടുത്താണ്. റൂമിൻ്റെ അവിടെ നമുക്ക് ജസ്റ്റ് നടക്കാൻ ഇറങ്ങുന്ന കാഴ്ചയാണ് ഇതെല്ലാം. അബുദാബിയിൽ ഇങ്ങനെ ഒരുപാട് വർക്കുകളുണ്ട്. നമുക്ക് ഓരോ വഴിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരേ രസകരമായ കാഴ്ചകൾ കാണാം. അബുദാബി എപ്പോഴും ലൈവാണ്. 24/7 നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോവാം. അവിടെയാണ് താമസിക്കുന്നത്. വേൾഡ് ട്രേഡ് സെന്ററിൽ. അല്ല അതല്ല, ഞാൻ ഓൾറെഡി ഇൻട്രോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നീ ആയിട്ട് ഇനി കൊളാക്കാട്ടിരുന്നാണ്. നോക്കൂ ഗൈസ്, നമ്മുടെ ഒരു 3D വോളാണ്. നോക്കും, നമുക്ക് എത്ര ദൂരം നിന്നാണെങ്കിൽ കാണാൻ പറ്റും. നല്ല രസമാണ്. ഇത് റെസ്റ്റോറൻ്റാണ് ആക്ച്വലി. അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് നല്ലൊരു ആംബിയൻസിൽ കണ്ടോ. നമ്മുടെയൊക്കെ അവിടെ ചെയ്യുന്ന പുല്ലൊക്കെ വളർത്തി ചെറിയൊരു കായലിൻ്റെ സൈഡിലൊക്കെ നമ്മളിപ്പോൾ നമ്മുടെ കുമ്പളങ്ങിയിലൊക്കെ പോയിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ റെസ്റ്റോറൻറ്റ് അവർ ഇതിനുള്ളിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ തൊട്ട് ചേർന്നിട്ട് തന്നെ നമുക്ക് ടേബിളുണ്ട്. ടേബിൾ സർവീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഈ സിറ്റി ലൈഫ് ആസ്വദിച്ചിട്ട് നമുക്ക് ആംബിയൻസ് എടുത്തിട്ട്
നമുക്ക് ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറ്റും. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. കണ്ടോ, നമ്മുടെ പറമ്പിലൊക്കെ പുല്ലാണ്, അതാണ് അവർ ഇത്രയും നല്ല രീതിയിൽ ചെയ്തിരിക്കുന്നത്. ഗൈസ്, അപ്പോൾ അങ്ങനെ ഈന്തപ്പഴം മുളച്ചു തുടങ്ങിയിരിക്കുകയാണ്. സീസൺ ആവാറായി. ഇതാണ് അപ്പോൾ നമ്മളുടെ റൂമിൽ നിന്നുള്ള വ്യൂ. ഞാൻ നേരത്തെ പറഞ്ഞത്, നേരത്തെ ഞാൻ പോയി കാണുന്ന സ്ഥലങ്ങളൊക്കെയാണിത്. റൂമിൽ നിന്ന് കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. ഇതാണ് WTC, കാണുന്നില്ല. ഇതാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ, ഞാൻ പറഞ്ഞല്ലേ, ഒരു മരുഭൂമിക്കഥ എന്ന് പറഞ്ഞ നമ്മുടെ ലാലേട്ടൻ്റെ സിനിമത്തെ, അറേബ്യ ഒട്ടകം പി മാധവൻ നായർ സിനിമത്തെ ആ ഒരു ലൊക്കേഷനാണ്. അങ്ങനെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ നാളെ വിശേഷങ്ങളുമായി നാളെ കാണാം. ഗുഡ് നൈറ്റ്.